Hi, I am Durga. Continuation of promotion. I have mentioned what is advertisement, and the continuation is in the advertisement, advertising media. Advertising media. Having prepared an advertisement copy, the next step is to select an appropriate medium of advertising. നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ട ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പി ഉണ്ടാക്കണം. അതിൻ്റെ ലേഔട്ട് എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ് ഏത് മീഡിയയിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക, അത് നമ്മൾ വളരെ സെലക്ട് ചെയ്യേണ്ട ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് സെലക്ഷൻ വേണ്ടതാണ്. കാരണം അഡ്വർടൈസ്മെൻറ്റ് മീഡിയയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ. അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പി തയ്യാറാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അപ്രോപ്രിയേറ്റ് മീഡിയ സെലക്ട് ചെയ്യാവുന്നതാണ്. അഡ്വർടൈസ്മെൻറ്റ് മീഡിയ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഇൻഡോർ മീഡിയ ആൻഡ് ഔട്ട്ഡോർ മീഡിയ. അഡ്വർടൈസ്മെൻറ്റ് മീഡിയ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു, ഇൻഡോർ മീഡിയം ഔട്ട്ഡോർ മീഡിയം. ഇൻഡോർ മീഡിയ ദ സെയിൽസ് മെസ്സേജ് ഈസ് കൺവേഡ് റൈറ്റ് ഇൻ ടു ദ ഹോം ഓഫ് ദ കൺസ്യൂമർ. അതായത് കൺസ്യൂമറുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ സെയിൽസിൻ്റെ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് ഇൻഡോർ മീഡിയ. ഇൻ ദ കേസ് ഓഫ് ഔട്ട്ഡോർ മീഡിയ ദ മെസ്സേജ് ഈസ് സീൻ ബൈ ദ കൺസ്യൂമർ ഔട്ട്സൈഡ് ദ ഹോം. അതായത് ഔട്ട്ഡോർ മീഡിയ പറയുമ്പോൾ ഒരു കൺസ്യൂമർ അവളുടെ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ കാണുന്ന മെസ്സേജുകളാണ്. അതിനെ പറയാം ഔട്ട്ഡോർ മീഡിയ. ഒന്ന് ഇൻസൈഡ് ദ ഹോം, ഒന്ന് ഔട്ട്സൈഡ് ദ ഹോമാണ്. നെക്സ്റ്റ്, മീനിങ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ. ഇൻ സിമ്പിൾ വേർഡ്സ്, ആൻ അഡ്വർടൈസ്മെൻറ്റ് മീഡിയം ഈസ് ദ കാരിയർ ഓഫ് വെഹിക്കിൾ ഓഫ് അഡ്വർടൈസിംഗ് മെസ്സേജ്. It is the means or way or channel to convey the advertisement message to the public. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് മീഡിയ പറയുമ്പോൾ ഇറ്റ് ഈസ് എ കാരിയർ ആവാം, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ആവാം. അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് കൺവേ ചെയ്യാനുള്ള ഒരു ഉപകരണം. അത് അതിൻ്റെ മീൻസ് ആവാം, വേസ് ആവാം, അല്ലെങ്കിൽ ചാനൽ ഓഫ് മെസ്സേജ് ആവാം. അതിനെ പറയുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ. എങ്ങനെയാണ് പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ. ഫസ്റ്റ് വൺ, പ്രസ് അഡ്വർടൈസിംഗ്. അഡ്വർടൈസ്മെൻറ്റ് ഇൻ ന്യൂസ് പേപ്പർ, മാഗസിൻ, ജേർണൽസ് എക്സെട്ര ഈസ് കോൾഡ് പ്രസ് അഡ്വർടൈസ്മെൻറ്റ്. അതായത് നമ്മൾ പ്രസ് അഡ്വർടൈസ്മെൻറ്റ് മുഖാന്തരം അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞാൽ മാഗസീനിലോ ന്യൂസ് പേപ്പറിലോ ജേർണൽസിലോ കൊടുക്കുന്നതിനെ പറയുന്നതാണ് പ്രസ് അഡ്വർടൈസ്മെൻറ്റ്. ഇനി ന്യൂസ് പേപ്പർ ആർ വെരി യൂസ്ഫുൾ ടു അഡ്വർടൈസ് ഓൾ ടൈപ്സ് ഓഫ് ഗുഡ്സ് ബിക്കോസ് ഓൾ സെക്ഷൻസ് ഓഫ് പബ്ലിക് റീഡ് ദം. ദേ റീച്ച് എവരി ന്യൂക്ക് ആൻഡ് കോർണർ ഓഫ് ദി കൺട്രി. അപ്പോൾ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് പറയുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം അത് എല്ലാ സെക്ഷനിലും പബ്ലിക്കിലുള്ള എല്ലാ സെക്ഷനിലും ആൾക്കാരും വായിക്കും. പിന്നെ രാജ്യത്തിൻ്റെ മുക്കും മൂലയിലും നമുക്കത് എത്തിക്കാനും പറ്റും. സെക്കൻഡ് വൺ, ബി, മാഗസീൻസ് ആൻഡ് ജേർണൽസ്. മാഗസീൻസ് ആൻഡ് പീരിയോഡിക്സ് ആർ പബ്ലിഷ് വീക്കിലി, ഫോർട്ട്നൈറ്റ്ലി ഓർ മന്ത്ലി. നമ്മൾ ചില മാഗസീൻ അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്. അത് ചിലപ്പോൾ വീക്കിലി ആയിരിക്കാം, ഫോർട്ട്നൈറ്റ്ലി ആവാം, അല്ലെങ്കിൽ മന്ത്ലി ആവാം. ഫോർട്ട്നൈറ്റ് പറയുമ്പോൾ 2 weeks ആണ്. ഇനി സെക്കൻഡ് വൺ, റേഡിയോ അഡ്വർടൈസ്മെൻറ്റ്. Radio as a medium of advertisement has become very popular to create interest in listeners. These advertisements combine light, music, quiz program, music, etc. അപ്പോൾ റേഡിയോ അഡ്വർടൈസ്മെൻറ്റ് പറയുമ്പോൾ അത് നമുക്ക് ഒരുപാട് പോപ്പുലറാണ്. അതിൽ നല്ല ലിസണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മൾ മ്യൂസിക്, ക്വിസ് പ്രോഗ്രാം ഇതെല്ലാം കൊടുക്കാം, ലൈറ്റ് മ്യൂസിക് ഒക്കെ കൊടുക്കാം. മൂന്നാമത്തെ ടെലിവിഷൻ അഡ്വർടൈസ്മെൻ്റ് ആണ്. ടെലിവിഷൻ അഡ്വർടൈസിംഗ് കമ്പൈൻസ് ദ ഇഫക്റ്റ് ഓഫ് റേഡിയോ ആൻഡ് സിനിമ. ഇൻ അതർ വേർഡ്സ് ഇറ്റ് അപ്പീൽസ് ബോത്ത് ടു ഐസ് ആൻഡ് ഇയർ. ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ് പറയുമ്പോൾ ഒരു റേഡിയോൻ്റെയും സിനിമയുടെയും ആയിട്ടുള്ള തുല്യതയുണ്ട് അവിടെ. അത് ഇറ്റ് ഈസ് അപ്പീൽ ടു ഇയേഴ്സ് ആൻഡ് ഐസ്. കണ്ണിനും കാതിനും നല്ലൊരു അപ്പീൽ കിട്ടുന്നതാണ്. കാരണം നമ്മൾ കാണും വേണം, കേൾക്കും വേണം അവിടെ. അതാണ് ആ ടെലിവിഷൻ അഡ്വർടൈസിംഗ്. 4, ഫിലിം അഡ്വർടൈസിംഗ്. ലൈക്ക് ടെലിവിഷൻ അഡ്വർടൈസിംഗ്, ഫിലിം അഡ്വർടൈസിംഗ് ഈസ് ഓൾസോ ഓഡിയോ വിഷ്വൽ മീഡിയം. എല്ലാവർക്കും അറിയുന്നതാണ്. ഫിലിം അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് പലതും കാണാറുണ്ട്. അതൊരു തരത്തിൽ ഓഡിയോ വിഷ്വൽ അഡ്വർടൈസ്മെൻറ്റ് മീഡിയ ആണ്. അടുത്തത് അഞ്ചാമത്തെ, ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസിംഗ്. Under this method, the advertisement message is sent directly to the customer by post with a view to create interest in the product of the advertiser. ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസ്മെൻറ്റ് പറയുമ്പോൾ അഡ്വർടൈസർ ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നേരിട്ട് കസ്റ്റമറെ പോസ്റ്റ് മുഖാന്തരം അറിയിക്കുക. അതിനു വേണ്ടി അവർ നല്ല പൊട്ടൻഷ്യൽ കസ്റ്റമറെ മെയിലിംഗ് ലിസ്റ്റ് ഉണ്ടാക്കും. ആ മെയിലിംഗ് ലിസ്റ്റ് ഇട്ടിട്ട് അവർ നേരിട്ട് കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസിംഗ്. അടുത്തത് ഔട്ട്ഡോർ അഡ്വർടൈസ്മെൻ്റ് ആണ്. Outdoor advertisements are those advertisements which attract the consumer when they are out of their home. It is also called mural advertising. അതായത് ഔട്ട്ഡോർ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ പുറമേ കാണുന്ന അഡ്വർടൈസ്മെൻ്റ് ആണ്. അതിൽ വിത്ത് കളർഫുൾ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിനെ മ്യൂറൽ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നു. 7th one, point of purchase display. That is called pop advertising.
Pop advertising greets him when he approaches the place where the goods are sold. This is called display advertising or promotional advertising. നമ്മൾ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലേസിലേക്ക് അപ്രോച്ച് ചെയ്ത് പോവുക. അതായത് പോയിന്റ് ഓഫ് പർച്ചേസ്, നമ്മൾ എവിടെയാണോ വാങ്ങിക്കുന്നത് ആ പോയിന്റിലേക്ക് വാങ്ങിക്കാൻ പോവുക. നമുക്ക് എവിടെയാണോ പ്രോഡക്റ്റ് വേണ്ടത് ആ പ്രോഡക്റ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവുക. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുക. അതിനെ പറയുന്നതാണ് പോയിന്റ് ഓഫ് പർച്ചേസ്. അപ്പോൾ പോപ്പ് അഡ്വർടൈസിങ്, ഈ പോപ്പ് അഡ്വർടൈസിങ് ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് ഉണ്ട്, പ്രൊമോഷണൽ അഡ്വർടൈസിംഗ് ഉണ്ട്. അതിൻ്റെ ഒരു സബ് പോയിന്റ്സുകൾ വരുന്നുണ്ട് അവിടെ. Important types of pop advertising. First one, window display. This refers to showing of goods in the front glass window of the shop. നമ്മളൊരു ഷോപ്പിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ ഇങ്ങനെ ഗുഡ്സ് ഡിസ്പ്ലേ ഇട്ടും, അതിനെ പറയുന്നതാണ് വിൻഡോ ഡിസ്പ്ലേ. ഇനി കൗണ്ടർ ഡിസ്പ്ലേ പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇന്റീരിയർ ഡിസ്പ്ലേ. അതായത് ആ ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഗ്ലാസിൻ്റെ ഉള്ളിൽ തന്നെ അത് ഒന്നും കൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടി ഇന്റീരിയർ വിത്ത് ലൈറ്റിംഗ് ഒക്കെ വെച്ച് ചെയ്യാറുണ്ട്. അതിനെ പറയുന്നതാണ് ഇന്റീരിയർ ഡിസ്പ്ലേ. ഇനി ഷോറൂം. Consumer always prefer personal inspection of certain products, so they visit the showroom. These showrooms are usually well decorated. ചില കൺസ്യൂമേഴ്സിനെ ചില പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ അവർക്ക് പേഴ്സണലായിട്ട് ഇൻസ്പെക്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഇൻ ദ കേസ് ഓഫ് ഫ്രിഡ്ജ്, ഓട്ടോമൊബൈൽസ് ഇങ്ങനെ കാണുമ്പോൾ ഷോറൂമിൽ പോയിട്ട് നമ്മൾ സ്വയം ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ ആ ഷോറൂം അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യും, എങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു തരത്തിലുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് പോപ്പ് അഡ്വർടൈസ്മെൻറ്റ്. ഇനി 8th one, സ്പെഷ്യാലിറ്റി അഡ്വർടൈസിംഗ് ആണ്. This refers to practice of offering free of cost specialty articles such as diaries, purses, keyring, etc. to the customer. ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ചില ആർട്ടിക്കിൾസ് ഒക്കെ കൊടുക്കുക. അതിൽ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ പേരുകളുണ്ടാവും. അത് ഡയറി ആയിട്ടും പേഴ്സായിട്ട് കീറിങ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ തന്നെ ചില നമ്മൾ അത് കമ്പനികളുടെ പേര്, പ്രോഡക്റ്റിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടും. അതിനെ പറയുന്നതാണ് സ്പെഷ്യാലിറ്റി അഡ്വർടൈസിങ്. ഇന്റർനെറ്റ് അഡ്വർടൈസിങ് or online advertising. Online advertisements are ads that appear while subscribers are surfing online service or website including banners, stickers, roadblocks, etc. അതിൻ്റെ അർത്ഥം നമ്മൾ ഓൺലൈനിൽ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ അതിലത്തെ സബ്സ്ക്രൈബേഴ്സ് അതിൽ നമുക്ക് കാണുന്ന അഡ്വർടൈസ്മെൻ്റ് ആണ് ഓൺലൈൻ അഡ്വർടൈസിങ്. ഒരു ഇൻ്റർനെറ്റ് ഓൺലൈനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനോട് കൂടെ കാണുന്ന ബാനേഴ്സ്, റോഡ് ബ്ലോക്സ്, സ്റ്റിക്കേഴ്സ് ഇങ്ങനത്തെ വരും. അതിനാണ് ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ് പറയും. ഇനി റിക്വസിറ്റ്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് എൻ ഐഡിയൽ മീഡിയം. ഒരു നല്ല അഡ്വർടൈസിങ് മീഡിയത്തിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, റീച്ച്. ദ മീഡിയം ഷുഡ് ബി സച്ച് ആസ് ടു റീച്ച് ലാർജസ്റ്റ് നമ്പർ ഓഫ് ടാർഗറ്റഡ് ഓഡിയൻസ്. അതായത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് മീഡിയം യൂസ് ചെയ്യുമ്പോൾ അത് ശരിക്കും നല്ല ടാർഗറ്റ് ആയുള്ള ഓഡിയൻസിൻ്റെ കയ്യിൽ എത്തിയിരിക്കണം. രണ്ടാമത്തെ, മെസ്സേജ് വേണം. ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു കൺവേ മെസ്സേജ് അഡ്വക്കേറ്റ്ലി. ആ അഡ്വർടൈസ്മെൻറ്റ് മീഡിയയിൽ ക്ലിയർ ആയിട്ട് മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ, എക്കണോമി. ദ കോസ്റ്റ് ഓഫ് മീഡിയം മസ്റ്റ് ബി മിനിമം. ആ അഡ്വർടൈസിങ് കോസ്റ്റ് മിനിമം ആയിരിക്കണം അവിടെ. ഫ്ലെക്സിബിൾ. യു ഷുഡ് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് സൈസ്, ഡിസൈൻ, ലേഔട്ട്, കളർ. അതിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം അഡ്വർടൈസ്മെൻറ്റ് മീഡിയം. കാരണം സൈസ്, ഡിസൈൻ, ലേഔട്ട്, കളറിലൊക്കെ ചേഞ്ചബിൾ വരത്തക്ക രീതിയിലായിരിക്കണം. ഫിഫ്ത്ത് വൺ, സ്കോപ്പ് ഓഫ് റിപ്പിറ്റേഷൻ. യു ഷുഡ് പ്രൊവൈഡ് അഡ്വക്കേറ്റ് സ്കോപ്പ് ഫോർ റിപ്പീറ്റിംഗ് ദ മെസ്സേജ് ഇഫ് നെസസറി. നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വേണമെങ്കിൽ അത് ചെയ്തിരിക്കണം. നമുക്ക് വേണ്ട പോലെ റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് നിലനിൽക്കുള്ളൂ. ഇഫക്റ്റീവ്. ദ മീഡിയം ഷുഡ് ബി സക്സസ്ഫുൾ ഇൻ അച്ചീവിംഗ് ദ ഡിസൈർഡ് ഗോൾ. മീഡിയം സക്സസ്ഫുൾ ആയിരിക്കണം, അപ്പോൾ നല്ല ഇഫക്റ്റീവും ഉണ്ടായിരിക്കണം. ഫാക്ടേഴ്സ് ഗവേണിംഗ് ദ selection of advertising media. First one, the nature of product. Mass media like press, broadcast, telecast, outdoor, etc. are suitable for products which are needed by all. Cosmetics can be effectively advertised in ladies magazine. അതായത് പ്രോഡക്റ്റിൻ്റെ നേച്ചർ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം. അതിൽ നമുക്ക് പ്രസ് ആവാം, ടെലികാസ്റ്റിംഗ് ആവാം, ഔട്ട്ഡോർ ആവാം, ബ്രോഡ്കാസ്റ്റിംഗ് ആവാം. അപ്പോൾ ഒരു പ്രോഡക്റ്റ് കോസ്മെറ്റിക്സ് ആണെങ്കിൽ അത് നമ്മുടെ ലേഡീസ് മാഗസിനിൽ അഡ്വർടൈസ് ചെയ്യാം. സെക്കൻഡ് വൺ, അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ്. ഒരു അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ് എന്താണോ അത് കണക്കാക്കി വേണം ചെയ്യാം. If the advertiser want immediate action, direct and specialty advertisement will be better. ഒരു അഡ്വർടൈസർക്ക് പെട്ടെന്ന് അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ സ്പെഷ്യാലിറ്റിയുള്ള അഡ്വർടൈസ്മെൻറ്റോ ആണ് ഗുണം ചെയ്യുക. Potential market. If the advertiser has to consider certain factors like number of customers, income pattern, age group, taste, likes, dislike, etc. അതായത് ഒരു കസ്റ്റമറുടെ ടേസ്റ്റ്, പ്രിഫറൻസ്, ഏജ് ഗ്രൂപ്പ് എന്താണോ ഇത് കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് മീഡിയ ചൂസ് ചെയ്യാം. ബിസിനസ് യൂണിറ്റ്. സെലക്ഷൻ ഓഫ് മീഡിയ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ബിസിനസ് യൂണിറ്റ്. ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ നേച്ചർ ലാർജോ സ്മോളോ അനുസരിച്ചിട്ട്
നമ്മൾ മീഡിയ അഡോപ്റ്റ് ചെയ്യാം. മെസ്സേജ് ടു ബി സെൻറ്റ്. The advertiser may being interested in appealing the customer by color advertisement. നമ്മുടെ കസ്റ്റമർ ഏത് തരത്തിലുള്ള ആൾക്കാരാണോ അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റിന് അപ്പീലിംഗ് ഉണ്ടായിരിക്കണം. അത് കളർ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. The extent of competition. The selection of advertisement depends upon the medium selected by the competitors. നമുക്ക് റൈവലായിട്ടുള്ള ഏത് പ്രോഡക്റ്റ് ഉണ്ടോ കോമ്പറ്റീഷൻ ഉണ്ടോ ആ പ്രോഡക്റ്റിൽ അവരെങ്ങനെയാണ് അഡ്വർടൈസ് ചെയ്യുന്നത് നമ്മൾ അതിന് തോതിനനുസരിച്ച് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ കോമ്പറ്റീഷൻ സർവ് ചെയ്യാൻ പറ്റുള്ളൂ. Availability of media. The required media may not be available at the required time. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മീഡിയ കിട്ടിക്കോന്നില്ല. അപ്പോൾ നമ്മൾ റിക്വയർഡ് ടൈമിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ടൈം നോക്കിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരിക്കണം മീഡിയയിൽ. Cost of advertisement. The media should be selected with a reference to cost of advertisement. The cost of advertisement media and the fund available. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് മീഡിയയ്ക്ക് ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഫണ്ട് എന്താണോ അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ അതിന് ചെലവഴിക്കാൻ. ലീഗൽ ആസ്പെക്ട്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അതിൻ്റെ അർത്ഥം അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ദീസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു എ റെഗുലേഷൻ ബൈ ദ ഗവൺമെൻറ്, ബി സെൽഫ് റെഗുലേഷൻ ബൈ ദ ഇൻഡസ്ട്രി. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷനും ഒന്ന് ചില ഇൻഡസ്ട്രീസിന് വേണ്ട അവരായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. സോ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു regulation by the government, self-regulation. So regulation by the government means the government has made some regulation in the advertisement. That is called regulation by the government. And here it is again subdivided into law applicable to all industries. എല്ലാ ഇൻഡസ്ട്രീസിനും വരുന്ന നിയമങ്ങളാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ. അല്ല ഫസ്റ്റ് വൺ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കിംഗ് റെഗുലേഷൻ ആക്ട് 1955. കേബിളും നെറ്റ്വർക്കും ടെലിവിഷൻസൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ എങ്ങനെ ചെയ്യണം വേണ്ടിയിട്ട് അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ആക്ടാണ് 1955. സെക്കൻഡ് വൺ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. കൺസ്യൂമറെ സംരക്ഷണം വേണ്ടിയിട്ടും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ആക്ട് പാസ് ചെയ്തിട്ടുണ്ട്. അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ഓഫ് ദി ആക്ട് 1950. അതായത് നമ്മൾ ചില രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ചില എംബ്ലംസ് ഒക്കെ ഉണ്ടാവും അത് നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണത്. പിന്നെ കോമ്പറ്റീഷൻ ആക്ട് 2002. നമ്മൾ കോമ്പറ്റീഷൻ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണത്. പിന്നെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988. അതായത് നിങ്ങളെ നിയന്ത്രിക്കാൻ വാഹനങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് മോട്ടോർ വെഹിക്കിൾസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും അല്ല അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ആക്ടാണ് മോട്ടോർ വെഹിക്കിൾസ് ആക്ട്. രണ്ടാമത് ലോസ് അപ്ലിക്കബിൾ ടു സ്പെസിഫിക് ഇൻഡസ്ട്രി. ചില പ്രത്യേക ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള ആക്ടാണ് സെക്ഷൻ 50 ഓഫ് ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 1955 പ്രകാരം അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവിടെ. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട്. ഡ്രഗ്സും കോസ്മെറ്റിക്സും എങ്ങനെ യൂസ് ചെയ്യണം അത് ഏത് തരത്തിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പാടും. പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട്. ഫുഡ് സേഫ്റ്റിക്ക് അതിന് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്ന അതിനുള്ള ആക്ടാണ്. പ്രൈസ് കോമ്പറ്റീഷൻ. നമ്മൾ ഓരോരുത്തർ ഗിഫ്റ്റ് പ്രൈസൊക്കെ കൊടുക്കുമ്പോൾ അത് എപ്രകാരമേ പാടുള്ളൂ അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും ചില നിയന്ത്രണങ്ങളുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് 1984. അതായത് മനുഷ്യാവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയൊക്കെ പാടും എങ്ങനെയൊക്കെ പാടില്ല അതിനെ നിയന്ത്രിക്കുന്ന ഒരു ആക്ടാണത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട്. ബി സെൽഫ് റെഗുലേഷൻ ബൈ ദ അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രി. അതായത് ചില അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രീനെ നിയന്ത്രിക്കാൻ മേലുള്ള ചില അസോസിയേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ അഡ്വർടൈസിംഗ് ട്രേഡ് അസോസിയേഷൻ ആണ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് നിയന്ത്രിക്കാൻ വേണ്ടി അസോസിയേഷൻ ഫോം ചെയ്യുക. അതിൽ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ ASIC. പിന്നെ അഡ്വർടൈസിംഗ് ഏജൻസി അസോസിയേഷൻ ഓഫ് ഇന്ത്യ AAAI. തേർഡ് വൺ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ D. പ്രസാദ് ഭാരതി. ഇൻഡസ്ട്രിയൽ മീഡിയ ആൻഡ് മീഡിയ ഗ്രൂപ്പ്സ്. ഇതാണ്. അപ്പോൾ ഇതിൽ അഡ്വർടൈസിംഗ് ഓഫ് ട്രേഡ് അസോസിയേഷൻ. പിന്നെ രണ്ടാമത്തെ കോഡ് ഓഫ് കമേഴ്ഷ്യൽ അഡ്വർടൈസിംഗ് ഓൺ ദൂരദർശൻ. മൂന്നാമത്തെ ഓൾ ഇന്ത്യ റേഡിയോ കോഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസിംഗ്. വി ക്യാൻ ഡിസ്കസ് ബ്രീഫ്ലി. Advertising Trade Association. That is first one ASIC. Advertising Standard Council of India is a regulatory body which maintains advertising standard and keeps an eye on misleading and dubious advertising. അപ്പോൾ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ അത് സെൽഫായിട്ട് റെഗുലേറ്ററി ബോഡിയാണ്. അതിന് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അതവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർ എപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് മിസ്ലീഡ് ചെയ്യുന്നുണ്ടോ തെറ്റായ രീതിയിൽ കൊണ്ടുവന്ന് ശ്രദ്ധിക്കുന്ന വ്യക്തികളാണ് ഏജൻസീസാണ് അവിടെ. It was established in October 1985 as not a for-profit company. It is not a government body also.
ഇത് ഒക്ടോബർ 1985 എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് പ്രോഫിറ്റ് അല്ല, പക്ഷെ അത് ഗവൺമെൻറ്റും അല്ല. It is working for the benefit of both advertiser and general public in India. ഈ അസിക്ക് വർക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് അഡ്വർടൈസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടും ജനറൽ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയും കൂടിയാണ്. ASIC does not have power of enforcement and only act as a moral pressure group. അതായത് ഒരു എൻഫോഴ്സ്മെൻറ്റ് പവറായിട്ട് ആക്ട് ചെയ്യുന്നില്ല, പക്ഷേ ഒരു മോറൽ പ്രഷർ ഗ്രൂപ്പായിട്ടാണ്. കാരണം further ASIC can take action only if there is any complaint. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ മാത്രമേ എസിക്കിനെ കൈകാര്യം കംപ്ലൈൻറ്റ് ആക്ട് എടുക്കാനുള്ള അധികാരമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള അധികാരമൊന്നുമില്ല. അപ്പോൾ അത് ഒരു എൻഫോഴ്സ്മെൻറ്റ് പവറൊന്നുമില്ല, പക്ഷേ ഒരു പ്രഷർ ചെയ്യുക, അത്രയേ ഉള്ളൂ എസിക്കിൻ്റെ ഇത്. AAAI, it is the official and national organization of advertising agency. ഒരു നാഷണൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അഡ്വർടൈസിങ് ഏജൻസിയാണ്. It was formed to promote interest of advertising agency so that they can continue to make an essential and ever increasing contribution to the nation. ഈ AAIC പറയുമ്പോൾ അവരൊരു നാഷണൽ ഓർഗനൈസേഷനാണ്. അവർ അഡ്വർടൈസിങ് ഏജൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ എല്ലാ വക കോൺട്രിബ്യൂഷൻ നാഷന് കൊടുക്കാൻ വേണ്ടിയിട്ടും അവർ ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് AAI: to benefit Indian consumer and also to protect interests by helping them to ensure that advertising is honest and in good taste. എന്തിനാച്ചാൽ ഇന്ത്യൻ കൺസ്യൂമേഴ്സിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഹോണസ്റ്റായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെന്ന് നോക്കണം ഉത്തരവാദിത്തം. To benefit the Indian advertiser mostly by promoting the sales. ഇന്ത്യൻ അഡ്വർടൈസ്മെൻറ്റ് മുഖാന്തരം സെയിൽസ് കൂട്ടുക, അങ്ങനെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. അടുത്തത് to benefit media by more effectively establishing sound business practice between the advertiser and advertising agency. അഡ്വർടൈസറും അഡ്വർടൈസിങ് ഏജൻസിയും മീഡിയ ഓണേഴ്സും തമ്മിൽ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൗണ്ട് ബിസിനസ് പ്രാക്ടീസ് നിലവിൽ കൊണ്ടുവരിക. To benefit the nation by harnessing and promoting advertising for the good of the country, its institution, its citizen, is cooperative with the government in promoting social objectives and in task of national building. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെങ്കിൽ നമ്മൾ അഡ്വർടൈസിങ് പ്രൊമോട്ട് ചെയ്യുക, രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക, എന്നിട്ട് സിറ്റിസന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക, എന്നിട്ട് നല്ല രീതിയിൽ നാഷൻ ബിൽഡിംഗ് ചെയ്യുക. To encourage the interest of young individuals in the country in the business communication, to assist in education training program and to provide information of benefit of the members. അതായത് ഈ AI മുഖാന്തരം യങ് ഇൻഡിവിജ്വൽസിന് വേണ്ട പോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടി അസിസ്റ്റ് ചെയ്യണു, ട്രെയിനിങ് കൊടുക്കണു, നല്ല ഇൻഫർമേഷൻസ് അവരുടെ മെമ്പേഴ്സിനും കൊടുക്കുന്നുണ്ട്. Code for commercial advertising on Doordarshan. The code has been formulated in order to promote healthy advertising practices on Doordarshan. The general rules of conduct includes the following. അതായത് നമ്മൾ ദൂരദർശനം കൂടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതായത് നല്ല രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ചില റൂൾസും റെഗുലേഷൻസും അവിടെയുണ്ട്. First one, advertising shall be so designed as to conform to the laws of the country and shall not be offend the morality, decency and the religious susceptibility of the people. അതായത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രാജ്യത്തിൻ്റെ നിയമങ്ങൾ എന്താണോ അത് പ്രകാരമാണ്, അല്ലാതെ മൊറാലിറ്റിക്ക് വിരുദ്ധമായിട്ടോ ഇൻഡീസെൻ്റ് ആയിട്ടോ റിലീജിയസിന് ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല. നോ അഡ്വർടൈസ്മെൻറ്റ് ഷാൽ ബി പെർമിറ്റഡ്. ദൂരദർശനിലെ ചില അഡ്വർടൈസ്മെൻറ്റ് പെർമിറ്റഡ് അല്ല. ഫസ്റ്റ് വൺ, ഡിറൈഡ്സ് എനി റേസ്, കാസ്റ്റ്, കളർ, ക്രീഡ് ഓർ നേഷൻ. അതായത് ഒരു വർഗോ ജാതിയോ കളറോ അല്ലെങ്കിൽ അതിന് രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള ചെയ്യാൻ പാടില്ല. ഈസ് എഗെയിൻസ്റ്റ് എനി ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓർ എനി അതർ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു തെറ്റായ രീതിയിലും പ്രിൻസിപ്പിൾസ് ഇടാൻ പാടില്ല. tends to incite people to crime or glorifies violence or obscenity in any way. അതായത് ജനങ്ങളെ ക്രൈം ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വയലൻസ് ക്രിയേറ്റ് ചെയ്യാനോ ഒരിക്കലും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. അഡ്വേഴ്സിറ്റി എഫക്റ്റ് ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രിയായിട്ട് നല്ല റിലേഷൻഷിപ്പിന് വിരുദ്ധമായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. exploit the national emblem or any part of the constitution or person or personality of a national leader or a state dignitary. ഒരു നാഷണൽ എംബ്ലത്തിനോ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ നാഷണൽ ലീഡർക്കോ അല്ലെങ്കിൽ ഡിഗ്നിറ്ററീസോ അവർക്കെതിരെ വിരുദ്ധമായിട്ട് ഒന്നും ദൂരദർശനിൽ ഇടാൻ പാടില്ല. Release to or promote cigarettes and tobacco products,
ലിക്കർ, വൈൻസ്, അതർ ഇൻടോക്സിക്കേറ്റൻ. അതായത് ലഹരി ആയിട്ടുള്ള വസ്തുക്കളോ സിഗരറ്റ്സോ ഇതിനൊന്നും അഡ്വർടൈസ്മെന്റ് കൂടെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഫോർത്ത് വൺ, ഓൾ ഇന്ത്യ റേഡിയോ കോഡ് ഫോർ കമേഴ്ഷ്യൽ അഡ്വർടൈസിംഗ്. നമ്മൾ AIR. ദിസ് കോഡ് ഈസ് എയിംഡ് of advocating such advertising practices do not dilute the confidence of the listeners in goods and service advertised. നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോ കൂടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ നല്ല കോൺഫിഡൻസ് ലിസണേഴ്സ് ആയിരിക്കും. അവർക്ക് എതിരായിട്ട് ഒന്നും നമ്മൾ ഡയലൂട്ട് ചെയ്ത് ചേർക്കാനൊന്നും പാടില്ല. In addition to rules framed by Doordarshan in this regard, AIR code specialty lays down that advertisement for following service will not be accepted. AIRന്റെ ഒരു കോഡ് ഉണ്ട്, അത് മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ, വേറൊന്നും അതിൽ റൂൾസും റെഗുലേഷൻസും പാടില്ല. The general AIR code does not permit an advertiser to do the following. ഓൾ ഇന്ത്യ റേഡിയോന് സ്പെഷ്യൽ ആയിട്ടുള്ള കോഡ് ഉണ്ട്, ആ കോഡിന് വിരുദ്ധമായിട്ടും ഒന്നും അഡ്വർടൈസ് ചെയ്യാൻ പെർമിറ്റഡ് അല്ല. ഫസ്റ്റ് വൺ, അറ്റാക്ക് ഓൺ റിലീജിയസ് ഓർ കമ്മ്യൂണിറ്റി. ഒരു റിലിജനോ കമ്മ്യൂണിറ്റിനോ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ റേഡിയോ കൂടെ പാടില്ല. എനിത്തിങ് അമൗണ്ടിങ് ടു കണ്ടംപ്റ്റ് ഓഫ് കോഡ്. കോടതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല, അത് പ്രക്ഷേപണം ചെയ്യാനും പാടില്ല. അറ്റാക്ക് ഓൺ പൊളിറ്റിക്കൽ പാർട്ടി ബൈ നെയിംസ്. പേര് പറഞ്ഞിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെയും എതിർക്കാൻ പാടില്ല. എനി പേഴ്സൺ എഗെയിൻസ്റ്റ് ഇൻറ്റഗ്രിറ്റി ഓഫ് പ്രസിഡന്റ്, ഗവർണർ ഓർ ജുഡീഷ്യറി. ഒരു പ്രസിഡന്റിനോ ഗവർണർക്കോ നീതിന്യായത്തിനോ വകുപ്പിനോ വിരുദ്ധമായിട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല. ഹോസ്റ്റൈൽ ക്രിറ്റിസിസം ഓഫ് സ്റ്റേറ്റ് ഓർ ദി സെൻഡർ. സെൻഡറിനോ സ്റ്റേറ്റിനോ വിരുദ്ധമായിട്ട് ശത്രുവായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. എത്തിക്കൽ ആസ്പെക്ട്സ് ഓഫ് അഡ്വർടൈസിംഗ്. Ethical aspects deal with the character, norms, morals and ideas. They give an idea of what is fair, what is unfair, or what is right or what is wrong. Ethics enhances the quality of life and business because it encourages the concept of fairness. Ethical aspects എന്ന് പറയുമ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചില എത്തിക്സ് ഫോളോ ചെയ്യണം. അതിൽ ഐഡിയാസ് ആയാലും വേണ്ടില്ല, ക്യാരക്ടർ ആയാലും വേണ്ടില്ല, മോറൽസ് ആയാലും വേണ്ടില്ല. അതിൽ എന്താണ് ഫെയർ, എന്താണ് അൺഫെയർ, എന്താണ് റൈറ്റ്, എന്താണ് റോങ്, ഇതൊക്കെ നമ്മൾ വേണ്ട പോലെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം അതിൽ. എന്നിട്ട് മാത്രമേ ആ ക്വാളിറ്റി ഉള്ള അഡ്വർടൈസ്മെന്റ് മാത്രമേ എൻകറേജ് ചെയ്യാൻ പാടുള്ളൂ. അതായിരിക്കും ഫെയർനെസ്സും. ദ എത്തിക്കൽ ആസ്പെക്ട്സ് ഓഫ് അഡ്വർടൈസിംഗ് ഡീൽ വിത്ത് ബ്രോഡ് ഏരിയ. അതിന് ക്ലാസിഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ, മെസ്സേജ് കണ്ടന്റ്. Second one, quantum of advertising. Third one, advertising on harmful product. Fourth one, unwanted influence of the society. I will explain detail. A. Message content. This include deceptive advertising. Deception exists when an advertisement is introduced into perpetual process of the audience in such a way that the output of the perpetual process differ from the reality. അതായത് ദിസ് ഇൻക്ലൂഡ് ഡിസെപ്റ്റീവ് അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ തെറ്റായ രീതിയിൽ വരാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഓഡിയൻസിന് നമുക്ക് വേണ്ട പോലെ ഔട്ട്പുട്ട് കിട്ടില്ല. അത് വ്യത്യസ്തമായിരിക്കും റിയാലിറ്റി തമ്മിൽ. അപ്പോൾ നമ്മൾ ഇറ്റ് മേക്ക് ദ ഫോളോയിങ് ഫോംസ്. അത് എങ്ങനെയൊക്കെ വേണം. ഫസ്റ്റ് വൺ, ഇങ്ങനെയൊക്കെ ഒന്നും പാടില്ല. നമ്മൾ ഡിസെപ്റ്റീവ് ആകുമ്പോൾ ഈ തരത്തിലൊന്നും പാടില്ല. ഫസ്റ്റ് വൺ, മിസ് റെപ്രസെൻറ്റേഷൻ ഓർ ഒമിഷൻ. തെറ്റാരി റെപ്രസെൻറ്റ് ചെയ്യാൻ പാടില്ല, ഒന്നും ഇല്ല ഒഴിവാക്കാനും പാടില്ല. സെക്കൻഡ് വൺ, എക്സാജറേറ്റഡ് ക്ലെയിംസ്. നമ്മൾ അതിശയോക്തി രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ മെസ്സേജ് കണ്ടന്റ്. കൺസീൽമെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ. ചില ഇൻഫർമേഷൻസ് മെസ്സേജിൻ്റെ ഇൻഫർമേഷൻസ് ഹൈഡ് ചെയ്യാൻ പാടില്ല. സൈക്കോളജിക്കൽ അപ്പീൽ ഉണ്ടായിരിക്കും. അത് സൈക്കോളജിക്കൽ അപ്പീൽ വേണം, അത് ഹേർട്ട് ചെയ്യാൻ പാടില്ല. അഡ്വർടൈസ്മെൻറ്റ് ഡയറക്റ്റ് അറ്റ് ചിൽഡ്രൻ. നമ്മൾ കുട്ടികളുടെ വെച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്തിരിക്കണം. അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, ഡിസീവ് ചെയ്യുന്ന രീതിയിലൊന്നും പാടില്ല. ക്രിയേറ്റിംഗ് സ്റ്റീരിയോ ടൈപ്പ്. ഒരേപോലത്തെ അഡ്വർടൈസ്മെൻറ്റ് പാടില്ല. യൂസ് ഓഫ് സെക്സ് അപ്പീൽ. ദാറ്റ് ഈസ് നമ്മൾ ദാറ്റ് ഈസ് മെയിലോ ഫീമെയിലിനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തിരിക്കണം. ഇതൊന്നും ശ്രദ്ധിക്കാൻ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് കണ്ടന്റ് കൊടുക്കാനും പാടില്ല. ക്വാണ്ടം ഓഫ് അഡ്വർടൈസിംഗ്. Two major issues involved in the quantity or number of advertisements are excessive advertising and intrusion in the privacy of individual by arousing unnecessary feelings and needs. അപ്പോൾ ക്വാണ്ടം ഓഫ് അഡ്വർടൈസിംഗ് പറയുമ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി, എത്ര നമ്പർ ഓഫ് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. അത് എക്സസീവ് അഡ്വർടൈസ്മെൻറ്റ്, ഇൻട്രഡക്ഷൻ ഇൻ ദ പ്രൈവസി ഇൻഡിവിജ്വൽസിനെ, എറോസിങ് അൺനെസസറി ഫീലിംഗ്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ക്വാണ്ടിറ്റി കൂടും, നമ്പർ കൂടുമ്പോൾ നമ്മൾ ഒരു പ്രൈവസി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ അൺനെസസറി ഫീലിങ്സും നീഡ്സും എറോസ് ചെയ്യും. പിന്നെ അഡ്വർടൈസിംഗ് ഹാസ് ഇൻക്രീസ് ഇൻ ഓൾ മീഡിയ. ഇന്ന് അഡ്വർടൈസിംഗ് മീഡിയ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മീഡിയ കൂടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് കൂടിയിട്ടുണ്ട്.
This shows too much money is being put in advertising. നമ്മൾ അഡ്വർടൈസിങ്ങിന് വേണ്ടി ഒരുപാട് പൈസ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അൺനെസസറി ആകുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി എക്കണോമിക്കലും ബെനിഫിറ്റഡും ആയിരിക്കണം. See, advertising of harmful products. Advertising is not restricted to the product that are good for people. ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പ്രോഡക്ട്സ് അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. Advertisement for harmful products such as cigarette, liquor, pan masala continue to find a place. അതായത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കിതിന് ഇപ്പോഴും ഒരു സ്പേസ് കിട്ടുന്നില്ല. അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. Unwanted influence on society. അതിൻ്റെ അർത്ഥം സമുദായത്തിൻ്റെ മേലെ എത്രമാത്രം അനാവശ്യമായ സ്വാധീനങ്ങൾ. Too much exposure to advertise also result in certain unwanted influence in society. നമ്മൾ അഡ്വർടൈസ്മെന്റ് വലിയ രീതിയിൽ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് അനാവശ്യമായിട്ട് സമുദായത്തിനെ ബാധിച്ചു എന്ന് വരും, സ്വാധീനിക്കും. പീപ്പിൾ ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് ബീങ് മോർ മെറ്റീരിയൽ. ജനങ്ങൾ സാധാരണ വളരെ മെറ്റീരിയലിസ്റ്റിക് ആണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഇപ്പോൾ ജനങ്ങൾ കടം വാങ്ങിച്ച് പർച്ചേസ് ചെയ്യുക ഗുഡ്സ്, അതേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരിക, അതേപോലെ നമ്മൾ യങ് ഏജസുകാർ ക്രൈം ചെയ്യുക, ഇങ്ങനത്തെ ഓരോ തരത്തിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കാര്യങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ അത് അൺവാണ്ടഡ് ഇൻഫ്ലുവൻസ് ഓൺ ദ സൊസൈറ്റിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ആൻഡ് ലിസണിങ് ദിസ് slide.